വാട്സ്ആപ്പ് പോയങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ തന്നെ ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഉച്ചയായി, നമുക്ക് ബ്ലഡ് എടുത്തിട്ട് വരാം. അതുകൊണ്ട് നമുക്ക് XCV9 കാണാൻ പോകേണ്ടതാണ്. പെട്ടെന്ന് ബ്ലഡ് കൊടുക്കട്ടെ. അപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി സൈഡിലൊരു സ്കൂളുണ്ട്, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കമോൺ ലെറ്റ്സ് ഗോ, കമോൺ പോട്ടെ. സ്കൂള് ജസ്റ്റ് 1.5 കിലോമീറ്റർ, അതിനുവേണ്ടി കാറെടുത്തു. ഈ സ്കൂൾ തന്നെയല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ കാണുമെന്ന് പറഞ്ഞില്ല, ആരും കാണുന്നില്ല. ഇതപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കിട്ടി കേട്ടോ. നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് പോവാം. പിന്നെ വേറെ ആളും കൂടി ഉണ്ട്, അവർ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ഫോട്ടോ എടുക്കോ? ആ സ്വിച്ച് കുറച്ച് വെള്ളം കൊണ്ടോട്ട് കേട്ടോ. പിന്നെ ബ്ലഡ് എടുക്കാനല്ലേ, എത്ര പെട്ടെന്ന് ഈ സാക്ഷൻ നിറയ്ക്കാൻ പറ്റുന്നു. പെട്ടെന്ന് നിറച്ചിട്ടുണ്ട് നമ്മുടെ ടാസ്ക്. ഇവിടെ 350 ml കൊടുക്കാൻ മതി, 250 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഞാൻ ഓൾറെഡി കാണിച്ച്. ഇനി നമുക്ക് അക്ഷയനെ കൂട്ടിയിട്ട് 9 ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പം ഞാൻ അക്ഷയനെ വീട്ടിൽ വന്നിട്ടുണ്ട് അവനെ പൊക്കാൻ. JMB ഓൾറെഡി പോയി ബൈക്കിൽ തന്നെ, അവൻ്റെ കൂട്ടുകാരെ എങ്ങാണ്ട് കാണാൻ പോവാണെന്ന്. അപ്പം അത് അവിടെ എത്തിയിട്ട് അവനെ വിളിച്ച് കഴിഞ്ഞാൽ അവൻ വരുമെന്ന് പറഞ്ഞു. ഈ ബ്രേസ് ഇട്ടുകൊണ്ടില്ല, എനിക്ക് ഫ്രീ ആയിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, അറിയാം, ആ ഒരു കുഴപ്പമുണ്ട്. അവിടെ എനിക്ക് ജ്യൂസ് തരുന്നുണ്ടായിരുന്നു ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഫ്രൂട്ടി. അത് മധുരമുള്ളൊന്നും കുടിക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു ടാസ്ക്. ഗൈസ്, അപ്പോൾ അക്ഷയ വണ്ടി ഓടിക്കും, എനിക്ക് എന്തോ കണക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. എൻ്റെ അവനെ ഓടിക്കട്ടെ, ഞാൻ സൈഡിൽ ഇരിക്കാം. വഴി വെച്ച് തന്നെ ഹോട്ടലിലും കിട്ടുക, നമുക്ക് കഴിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനമാകുന്നു. എന്തായാലും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഒടുക്കത്തെ ചൂടാണ് നീങ്ങുന്നത്, ഒടുക്കത്തെ ചൂടുമാണ്. പിന്നെ ഈ വണ്ടിക്ക് കാരണം AC ഇല്ല, AC ഇല്ലാത്തൊരു വണ്ടിയാണ്, കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. നമ്മളങ്ങനെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ഇന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ വിളിച്ച് ഇറക്കിയൊന്നുമില്ല, പോകുമ്പോൾ അറിയാം. ഉണ്ട് വണ്ടി. എട് JMB വരത്തില്ല കേട്ടാ. JMB അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ ഓർത്തവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്കിൽ പോയത്, ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. ഞങ്ങൾ ഓൾറെഡി പകുതി വഴി എത്തിയപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കുന്ന ഞങ്ങൾ അവിടെ എത്തിയെന്ന്. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഡയറക്റ്റ് എൻ്റെ വീട്ടിൽ പോയില്ല. ഇതിപ്പോൾ കാണാൻ നല്ലതായിട്ട് തോന്നുന്നു കേട്ടോ. ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് എന്താണ് വലിയ തൃപ്തി പറ്റില്ലായിരുന്നു. വണ്ടി സ്വന്തമായിട്ട് പാർക്ക് ചെയ്യാൻ നോക്കി, ആരും ഇല്ല അതിനകത്ത്, തന്നെ ഓടിക്കളിക്കുന്നത്. അവൾ പിന്നെ 6 കയറിയിരുന്നു. സ്റ്റിയറിംഗ് ഒക്കെ മഹാ സ്മൂത്ത്, അത് വെറുതെ തിരിയും കിടന്നു. അതിനകത്ത് കാണാൻ പറ്റും തിരിയുമ്പോൾ ടയർ തിരിയുന്നുണ്ടെന്ന്. കണ്ട, സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാലും കാണാൻ പറ്റും. സ്ട്രെയിറ്റിനകത്ത് ഓൾമോസ്റ്റ് ഡിസൈഡ് ആണ്. അതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പിന്നെ സെറ്റ് ആക്കുക. ഇപ്പോൾ നമ്മൾ 9 വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. BS6 പിന്നെ ഓട്ടോ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു ചെക്കൗട്ട് ചെയ്യുക. പ്ലീസ് ഡ്രൈവ് ടു സെർച്ച് ഫോർ എ പാർക്കിംഗ് സ്പേസ്. എനിക്കൊന്ന് കുറച്ച് മുമ്പിലോട്ട് ഓടിച്ചാലേ അതിന് പാർക്കിംഗ് സ്പേസ് ഉണ്ടായാലെന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഇത് വണ്ടി വന്നു കേട്ടോ, മറ്റേ 9. ഇത് ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് ഇതാണ് അതാണ് നമുക്ക് ഫൈനലി ഡിസൈഡ് ചെയ്യാം. നല്ല വലിപ്പമുണ്ട്, ഇതിന് അതിനെക്കാട്ടിൽ കൂടുതൽ വലിപ്പമാണ്. അത് 4.3 മീറ്ററാണ്, ഇത് 4.8 മീറ്റർ ആയി വണ്ടിയുടെ നീളം. ഇതിനകത്ത് നമ്മൾ ഇരുന്നിട്ടുണ്ട്. എന്തായാലും ഇനി അവനാരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓടിച്ച് നോക്കാം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓടിച്ചെടുത്തോണ്ട് പോട്ടെ, ഒരാൾക്കാർ വേണമെന്നില്ല. അപ്പോൾ ആ വണ്ടി നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പറഞ്ഞാൽ കയറിയതാണ്, പക്ഷേ അതിൻ്റെ സ്ക്രീൻ രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നില്ല. അപ്പം ബീറ്റ ടെസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ വേറൊരു മോഡൽ കൂടി ഇപ്പോൾ വരും. ഇത് ബീറ്റ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് കുറച്ച് ഇഷ്യൂ ബഗ്ഗിയാണെന്ന് പറയുന്നത്. സ്ക്രീൻ വർക്കിംഗ് വണ്ടി ഓടുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഓടിച്ച് മുമ്പിലോട്ട് ആക്കിയത്. 3 പേർക്കുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നീ അവിടെ ഇരിക്കുന്നത് ഇവിടെ ഒരാൾക്ക് വേണേൽ ഇരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുക. ഇത് കുറച്ചുകൂടി പുറകിൽ ലേറ്റ് ബാക്ക് ആണ്. ഈ പുറകിൽ ഇരിക്കുന്നത് വണ്ടി ഓടുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആ ടെസ്റ്റ് ഡ്രൈവ് വരുമ്പോൾ. AC കുറവുണ്ട്, 3 അടിച്ച് വന്നുകൊണ്ടിരിക്കും. പിന്നെ സൗണ്ട് സിസ്റ്റം നല്ല, ഇന്നലെ പറഞ്ഞില്ല. സ്പേസ് ഉണ്ട്, അതാണ് ഞാനവിടെ ഇരിക്കുന്നത്. ഫുള്ള് നീണ്ട് കിടക്കാൻ വേണമെങ്കിൽ. ഇതിൻ്റെ താഴത്ത് എന്തുവാ? സ്പെയർ ടയർ ഫുൾ വീലാണോ അത്? 18 ഇഞ്ചാണോ? 18 ഇഞ്ച് 19 ഇഞ്ച്. ഇതിനാട്ടിൽ ഇത് AC ഉണ്ട് കേട്ടോ. അതെ, സീറ്റിനകത്ത് കാറ്റ് വരുന്നതുകൊണ്ട് അത് വീർത്ത് വരുന്നു. വെന്റിലേറ്റഡ് സീറ്റ്സ്. നിങ്ങളാ പോള് കണ്ടത് അവിടെ? ഇതിപ്പോൾ ഇതിനകത്തില്ലേ, ഇത് ഫുള്ളും സ്റ്റിയറിങ്. നമ്മളിപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ ആ പോളെ വന്ന് മുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് കറങ്ങി വരുമ്പോൾ അവിടെ മുട്ട് വന്നു. അത്രയും തിരിക്കേണ്ട ആവശ്യമില്ല. ടേണിംഗ് റേഡിയസ് നല്ല വലുതാണ്, എന്ന് വെച്ചാൽ നല്ലതായിട്ട് കറക്കി എടുക്കാം പെട്ടെന്ന്. അത്രയും വളച്ചാൽ മതി, അപ്പോൾ തന്നെ വളഞ്ഞിറങ്ങി വരുന്നത് അങ്ങോട്ട്. കണ്ട, എത്ര വളച്ചാൽ മതി, കുറച്ചുകൂടി വളയ്ക്കാം. കണ്ട, ഇത്ര വലിയ വണ്ടിക്ക് കുറച്ച് ഏറെ കുറവാണ്. നമുക്ക് പരിചയമില്ല, നമ്മൾ ഓടിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഫൈനലി നമുക്ക് അടുത്ത ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കുറേ ആൾക്കാരുള്ളതാണ്, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. വണ്ടി ഫൈനലി എത്തി. ചേട്ടൻ പറയുന്ന ആംബുലൻസ് വരെ സൈഡിൽ നിന്ന് പോയിട്ടില്ല, കേൾക്കാൻ പറ്റുന്നൊന്നുമില്ല. അത്രയ്ക്ക് നല്ലതെന്ന് വെച്ചാൽ ഇൻസുലേഷൻ ഉണ്ട് ഇതിനകത്ത്. വണ്ടിക്ക് ആ വൈറ്റ് സെയിം തന്നെ രണ്ടിൻ്റെ കേട്ടാ. ഇത് ചവിട്ട് നേരത്തെ ഇരുത്തലല്ലേടാ, നല്ല നിന്റെ സീറ്റ് ബെൽറ്റിന്റെ എനിക്കറിയാം. അത്ര സ്പീഡ് കയറുമ്പോൾ സീറ്റ് ബെൽറ്റിന്റെ വാർണിങ്സ് അയ്യോ ഇപ്പൊ മാറിയില്ലേ, ബാക്കിൽ സെൻസർ ഉണ്ട്. ഇത് B6 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ B6 എനിക്ക് ഓടിക്കുന്ന ഒരു വിഷയമില്ലായിരുന്നു. ഇതിനകത്ത് സെയിം നല്ല വൈബ് തന്നെ ഓടിക്കാൻ.
ജസ്റ്റ് എന്തുവാ B60 സീറ്റിന്റെ കുഴപ്പമില്ല, ഇതിന് നല്ല. ഇത് ഞാൻ പുറകെ ഇരുന്നിട്ട് മറ്റേ B60 അത് പുറകെ ഇരിക്കുമ്പോൾ എന്തോണ കയറും. അപ്പോൾ അത് നമുക്കൊന്ന് ഇതിൻ്റെ ആണ് ഓടിക്കാൻ പോവുക. പക്ഷേ വണ്ടിയുടെ സസ്പെൻഷൻ നല്ല, എന്നുവെച്ചാൽ ഞാൻ കുറേ കുഴിക്കാതെ കയറ്റിക്കൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് പോയിട്ട് പോലും അങ്ങനെ ഫീലൊന്നും ആവുന്നില്ല. ഇപ്പോഴും അവൻ ഓടിക്കുമ്പോൾ ഈ റോഡ് വലിയ സുമാറല്ല, എന്നാലും കണ്ടോ വലിയ ഫീലൊന്നും ഇല്ല. എനിക്ക് ഈ വണ്ടിനെക്കാട്ടിലും കുറച്ചുകൂടി ഡ്രൈവ് ഇഷ്ടപ്പെട്ട B6 ആണെന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടി ഓടിക്കാനും ആ ഫീലും കറക്റ്റായിരുന്നു. ഇത് നല്ലയാ, പക്ഷെ എന്തോ ഈ 9 എനിക്കൊരു കുഴിവ് തോന്നിയില്ല. ബക്കറ്റ് കണക്കല്ല തോന്നിയ സീറ്റ്. അതാ ബക്കറ്റ് സീറ്റ് അല്ല, ബക്കറ്റ് സീറ്റ് അല്ല, ഒരു നല്ല വൈഡ് ആണ്, സോഫ്റ്റ് ആണ്, കുഷനിങ് ആണ്. പക്ഷെ ബക്കറ്റ് സീറ്റ് അല്ല, ബക്കറ്റ് സീറ്റ് ബക്കറ്റ് സീറ്റ് അല്ല. അതൊരു സ്പോർട്ടി വേർഷൻ ആയതുകൊണ്ട് ബക്കറ്റ് സീറ്റ് B60 വരുന്നുണ്ട്. അതിനകത്ത് അതിന്റെ ഇൻസ്ട്രുമെന്റിനകത്ത് കുറച്ച് ഇലക്ട്രോണിക് ഒക്കെ കുറച്ച് ബഗ്ഗിയാണ്. അത് മറ്റേത് മുമ്പിലോട്ടും പുറകോട്ടൊക്കെ ആക്കാൻ നേരത്ത് ഗിയർ ഇല്ല, റിവേഴ്സ് ന്യൂട്രലൊക്കെ ഇടാതെ അത് കത്തുന്നില്ലായിരുന്നു. അത് മോണിറ്റർ നോക്കി ഡിസ്പ്ലേ നോക്കി കാണണമായിരുന്നു. എന്താ അറിയത്തില്ല, 9 ബക്കറ്റ് സീറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ 6 ബക്കറ്റ് സീറ്റ് ആണ്, പക്ഷെ കുറച്ച് ചെറുതായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി എന്തായാലും ഞാൻ BYD പിന്നെയും വന്നിട്ടുണ്ട്. ഒരു ഓട്ടോ 3 ഒന്ന് ഓടിച്ച് നോക്കട്ടെ, പിന്നെ സീല് നമുക്ക് എപ്പോഴും വീട്ടിലോട്ട് വിളിപ്പിക്കാം. ഇതാണ് ആട്ടോ 3, നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, ഇത് ഓടിക്കാം. ഇപ്പോൾ ഒന്ന് ഇന്റീരിയറൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, സെയിം സീറ്റ്. ഈ ഒരു സീറ്റാണ് വേണ്ടത്. ഈ സീറ്റ് നല്ല ഇങ്ങനത്തെ ഒരു സീറ്റ് തന്നെ വേണം. ഞാൻ ഇപ്പൊ മറ്റേ ചെയ്തിട്ട് വന്നേ ഉള്ളൂ. ഇതൊന്ന് ഓട്ടോ 3 കൂടെ എടുത്തിട്ട് ഉറപ്പിക്കാന്ന് വിചാരിച്ചു. ഇത് ചെയ്തിട്ട് എന്തായാലും ഇത് ഓടിച്ചിട്ട് നമുക്ക് ഉറപ്പിക്കാം. അത് ബഗ്ഗിയാണ്, ബഗ്ഗുണ്ട്. അവരിങ്ങനെ വേട്ടേന്ന് പറയുന്നുണ്ട്, പക്ഷെ ബഗ്ഗിയാണ്. അപ്പൊ നമുക്ക് ഓട്ടോ 3 ഓടിച്ച് നോക്കാം. പിന്നെ സീറ്റൊക്കെ നല്ല നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നു. ആ സീലും മേടിക്കുന്നുണ്ട്, പക്ഷെ ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഇഷ്ടവും വിടുന്നുണ്ട്. പിന്നെ സീറ്റ് എനിക്ക് ഇഷ്ടമാണ്. സീറ്റായിരിക്കും മെയിൻ, അല്ലാതെ പിന്നെ വണ്ടിക്ക് കുഴപ്പമില്ല, നല്ല റോഡും. പക്ഷെ സീറ്റ് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെയിട്ട് ഓടിക്കാനാണ് ഈ വണ്ടി? ഞാനങ്ങനെ തോന്നുന്നു. ഞാനുണ്ട് സീറ്റ് നല്ല അല്ല, സീറ്റിംഗ് ഒക്കെ നല്ല, മറ്റാവശ്യമാണ് നല്ല സീറ്റിംഗ് ഉണ്ട്. പിന്നെ വണ്ടിയും കൊള്ളാം, സ്മൂത്ത്. ഇപ്പൊ ഇന്നലെ ഇന്നും കൂടി 3 വണ്ടി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏത് ഡിസൈഡ് ചെയ്യുന്ന എനിക്ക് കുറച്ച് കൺഫ്യൂഷനാണ്. ഡിസൈഡ് ചില കാലത്ത് ചിലത് നല്ലതാണ്, ചില കാര്യത്തിന് വേറെ ഒക്കെ ചിലതാണ്. എല്ലാം കൂടി കിട്ടുന്നില്ല. സീല് മേടിക്കുന്നുണ്ടോ, സീൽ എവിടെ ഓടിക്കാനാണ്? വീട്ടിൽ മേടിച്ച് വെച്ചാൽ മാത്രം മതി. അതാണ് വേറെ. കാശ്മീരിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ സീല് മേടിച്ചിട്ട് കാര്യമില്ല. കുറെ ഓപ്ഷൻ കൂടി പോയി കണക്കുണ്ട്. ഇവരുടെ ഇനി ഒരു പുതിയ വണ്ടി ഇറങ്ങുന്നുണ്ട്, സീലാന. ഇവരൊരു പുതിയ സീലാന എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങുന്നുണ്ട്. അത് SUV മോഡലാണ്, സീലിനെ ബേസ്ഡ് ആയിട്ട്. അതും കൊള്ളാം. ഒരു മിക്സ് കണക്ക്. ഒരു കാര്യം കൂടെ കൺഫേം ചെയ്യാനുള്ളൂ, ഇവനെ ഓടിക്കാനില്ല, പുറകിൽ സീറ്റ് ഇരിക്കാൻ. ഇതിന് ഈ ഡിസ്പ്ലേ എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര സ്മൂത്ത് ആണ്. അതാ അത് കുറച്ച് എന്തായാലും നീ ഓടിക്കും. ഞാൻ പുറകിന് ചറിച്ചില്ലേ പറയാം ഇതിനകത്ത് എങ്ങനെ ഉണ്ടെന്ന്. ഇതിന്റെ പുറകിൽ നിന്നിട്ടെങ്കിൽ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അതിന്റെ പുറകിൽ ഇരുന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയ കുഴപ്പമില്ല, ഇത് കംഫർട്ടബിൾ. എന്റെ പുറകെ ഇരിക്കുമ്പോൾ ഇതിന്റെ ആംബിയൻസ് അല്ലേ അറിയാം. ഇപ്പൊ എന്താണ് നമുക്ക് വീട്ടിൽ പോയി ഡിസൈഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ബ്രോയിന് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തേട്ടാ. സീൽ ടെസ്റ്റ് ഡ്രൈവ് കിട്ടില്ല, നമുക്ക് എപ്പോഴും വീട്ടിൽ വിളിക്കായിരുന്നു. സീൽ പക്ഷേ എവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇടയ്ക്ക് പലവട്ടം പറഞ്ഞാ ഇല്ല, പലതും കഴിക്കട്ടെ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ബൾക്കുമായിട്ടുള്ള കോപ്പുമായിട്ടില്ല. ഞാൻ ഫുഡിന്റെ സ്ഥലത്ത് വല്ലതും കഴിച്ചിട്ട് പോവാം. പണ്ട് റീറ്റെയിൽ കൊടുക്കുന്നതല്ലേ, അല്ലാതെ ഊരിയിട്ടുണ്ട്. നമുക്ക് ഈ കടയിൽ പോവാം. ഗൈസ് ഞാൻ കഴിച്ചു, പക്ഷേ എൻ്റെ വയറ്റിൽ ഓൾറെഡി ഗ്യാസ്. ഇന്നലെ ഗ്യാസ് പിടിച്ചു, ഇന്നും ഗ്യാസ്. ഞാൻ സമയത്ത് കഴിക്കുന്നില്ല ആദ്യം തൊട്ടേ. പിന്നെ ഇപ്പോൾ വന്നിപ്പോൾ ഈ അലയൻസിലുള്ളതാണ് നേരെ കഴിക്കാനും പറ്റില്ല സമയത്ത്. ഈ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറ് വീർത്ത്. എനിക്ക് വീട്ടിൽ പോവാം. ഇന്നലെ മെളിഞ്ഞാത്ത ഒന്നും ബൾക്ക് കറക്റ്റിടാന്ന് തോന്നുന്നു. ഞാൻ വെയിറ്റ് കൂട്ടി കൊണ്ടുവന്നേ. അക്ഷയത ഇവിടെ കൊണ്ടുവന്ന് തന്നെ വിട്ടിട്ടുണ്ട്. എൻ്റെ തീരുമാനമാകുന്നു. എന്നാലും ബായ് ചെയ്തേക്കാം അക്ഷയ്ക്ക്. എന്നാലും ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ഞാൻ കിടന്നു വാങ്ങട്ടെ. എൻ്റെ വയറുവേദന എടുക്കുന്നു. എൻ്റെ വയറുവേദന ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുക. 11 മണി രാത്രിയായി. സത്യം പറഞ്ഞാൽ എൻ്റെ ബൾക്കൊട്ട് നല്ലതായിട്ട് പോകുന്നില്ല. പിന്നെ കഴിക്കായിരുന്നു ശരിയാകത്തില്ല. അമ്മയുടെ കാലിന് വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കാനും പറ്റുന്നില്ല. പിന്നെ പ്രോട്ടീനൊക്കെ കാലിന് വയ്യ, പിന്നെ അവൻ നിൽക്കാനേ വയ്യ. പിന്നെ പ്രോട്ടീനൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം പുറത്തു തന്നെ കഴിക്കേണ്ടി വരും. കഞ്ഞിയൊക്കെ ഉണ്ട് വീട്ടിൽ, അതൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ്റെ കൂടെ പോവുകയാണ്. രാത്രി സഞ്ചരിക്കുന്നത്. എന്താ എലി പൊക്കത്തൊക്കെ വീഴുന്നത്? റോഡിന് മുമ്പിലിങ്ങനെ ഇരിക്കുന്ന. ഞാൻ ഒരേ കടയിൽ തന്നെ പിന്നെയും വന്നോണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒരേ കട പലവട്ടം വന്നതായിട്ട് ഒരു പോയിന്റ് പോകത്തേയില്ല. അഭിരാം ലൈഫൊക്കെ എങ്ങനെ പോകുന്നത്? തട്ടിമുട്ടിയൊക്കെ പോകുന്ന 2 ദിവസം കണ്ടില്ലല്ലേ? ലൈഫിൽ വല്ല മാറ്റം?
പിന്നെ ഭയങ്കര വലിയ കല്യാണം കഴിഞ്ഞ ദിവസം കൊണ്ട് കല്യാണം കഴിഞ്ഞ 2 കുട്ടികളൊക്കെ ആയി. പിന്നെ പെട്ടെന്നാണ് 3 എണ്ണോ. എനിക്ക് കൊച്ചു കള്ളാൻ പറയില്ല. ഇത്ര പെട്ടെന്നാണല്ലേ കാര്യങ്ങളുടെ കിടപ്പ്. സിമ്പിൾ. ഇതൊക്കെ എന്ത് കൊക്കെത്ര വിളക്കണ്ടിരിക്കുന്നേ. ഐസ്ക്രീം ഒക്കെ കഴിക്കൂ. ഇന്നൊന്ന് വെറൈറ്റി പിടിക്കാം നമുക്ക്. നമ്മൾ തണുത്ത് കഴിക്കും. എന്റെ വയറ് കുറച്ച് എന്ത് കണക്ക്. അപ്പൊ കഴിച്ചിട്ട് റെഡി ആവാൻ നോക്കട്ടെ. ഇത് ഐസ്ക്രീം അല്ല, ഇത് കേടാ. ഏതപ്പോ എന്തായാലും ഞാൻ വലുതായിട്ടൊന്നും കഴിച്ചില്ല. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. I hope you guys are wonderful. I'll see you guys next time. Till then, please പറയുന്നുണ്ടോ? Peace.